ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ വുഡ് റാദർ. ഇന്നത്തെ ലെസൺ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ലെസണാണ്. പ്രത്യേകിച്ചും PSC UPSC ഒക്കെ എഴുതുന്നവർക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, എവിടെയൊക്കെയാണ് വുഡ് റാദർ ഉപയോഗിക്കുന്നത്. വുഡ് റാദർ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം കാണിക്കാനാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലേക്ക് എന്താ എടുക്കേണ്ടത്, കാപ്പി വേണോ ചായ വേണോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഈ വുഡ് റാദർ ഉപയോഗപ്പെടുത്താം. ഐ വുഡ് റാദർ ഹാവ് എ കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ഒരു കപ്പ് കോഫി കുടിക്കുന്നതാണ് ഇഷ്ടം. നമ്മളൊരു ഹോട്ടലിൽ ചെല്ലുന്നു, നമ്മൾക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ ഐ വുഡ് റാദർ ഈറ്റ് ഫ്രൈഡ് റൈസ്. എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം കാണിക്കാൻ വുഡ് റാദർ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വുഡ് റാദർ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഫസ്റ്റ് സെൻറ്റൻസിൽ ഹാവ് ആണ്. സെക്കൻഡ് സെൻറ്റൻസിൽ വുഡ് റാദർ കഴിഞ്ഞിട്ട് ഈറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ടും വേർബിൻ്റെ ബേസ് ഫോംസ് ആണ്, V1 ഫോംസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഹാവ് എന്നത് ഒരു ഓക്സിലിയറി വേർബ് അല്ലേ എന്ന്. അങ്ങനെയും ഉപയോഗിക്കാം. ഹാവ് ഒരു മെയിൻ വേർബായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ മെയിൻ വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാവിൻ്റെ V1 ഫോമാണ് അത്. അപ്പോൾ വുഡ് റാദർ കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വുഡ് റാദർ ഈറ്റ്, ഐ വുഡ് റാദർ ഡ്രിങ്ക്, ഐ വുഡ് റാദർ കം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഐ വുഡ് റാദർ ഈറ്റ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് വേണമെങ്കിൽ ഐ വുഡ് റാദർ നോട്ട് ഈറ്റ് ഫ്രൈഡ് റൈസ് എന്നാണ് പറയേണ്ടത്. ആ നോട്ടിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. ഐ വുഡ് റാദർ നോട്ട് ഈറ്റ്. അപ്പോൾ വുഡ് റാദർ കഴിഞ്ഞ് ബേസ് ഫോം ഓഫ് ദ വേർബിന് മുന്നിലായിട്ടാണ്, അതിന് രണ്ടിനും ഇടയിലായിട്ടാണ് നോട്ട് വയ്ക്കേണ്ടത്. അപ്പോഴാണ് ആ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറുന്നത്. ഐ വുഡ് റാദർ ഡ്രിങ്ക് കോഫി എന്നാണെങ്കിൽ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ വുഡ് റാദർ നോട്ട് ഡ്രിങ്ക് കോഫി എന്നാക്കുമ്പോൾ അത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറി. അപ്പോൾ നോട്ടിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഇനി വുഡ് റാദർ ഉള്ള സെൻറ്റൻസുകളിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ദാൻ എന്ന ഒരു വേർഡ് ഉള്ളത് അല്ലേ. ദാൻ എന്ന വേർഡ് ഉപയോഗിക്കുന്നത് സാധാരണ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വുഡ് റാദർ എന്നതിന് അങ്ങനെയും ഒരു യൂസ് ഉണ്ട്. നമ്മൾ സാധാരണ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ ഒരു കാര്യമാണ് എനിക്കിഷ്ടം, അതായത് പ്രെഫറൻസസ് അത് കാണിക്കുന്നതിന് വേണ്ടി, അതിനേക്കാളും എനിക്കിഷ്ടം ഇതാണ് എന്ന് പറയില്ലേ. അത്തരം സെൻറ്റൻസുകൾക്കും നമുക്ക് വുഡ് റാദർ ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഐ വുഡ് റാദർ വാച്ച് TV ദാൻ റീഡ് എ ബുക്ക്. ഇവിടെ വാച്ച് TV എന്നത് ഒരു കാര്യമാണ്, റീഡ് എ ബുക്ക് എന്നത് വേറൊരു കാര്യമാണ്. ഈ രണ്ട് പ്രവൃത്തികളും ഇതിൽ ഐ വുഡ് റാദർ വാച്ച് TV ദാൻ റീഡ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്ക് വായിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം വാച്ച് എ TV ആണ്, TV വാച്ച് ചെയ്യുന്നതാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ട്, അതിലൊരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നു, അതാണ് നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നു. ഐ വുഡ് റാദർ വാച്ച് TV ദാൻ റീഡ് എ ബുക്ക്. അപ്പോൾ അവിടെ ദാൻ എന്ന വേർഡിൻ്റെ ഉപയോഗം ഉണ്ട്. വേറൊരു സെൻറ്റൻസ്, ഷീ വുഡ് റാദർ ബി എ നേഴ്സ് ദാൻ എ ഡോക്ടർ. അവൾക്ക് ഒരു ഡോക്ടർ ആവുന്നതിനേക്കാളും ഇഷ്ടം നേഴ്സ് ആകുന്നതാണ്. ഇവിടെ നേഴ്സ് ആൻഡ് ഡോക്ടർ രണ്ട് ജോബ്സ് ആണ്. ഇവിടെ ചൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടം എന്ന് പറയുന്നത് നേഴ്സ് ആവുന്നതാണ്. അപ്പോൾ അവിടെയും രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് ദാൻ. ഐ വുഡ് റാദർ ബി എ നേഴ്സ് ദാൻ എ ഡോക്ടർ. ഐ വുഡ് റാദർ വാക്ക് ദാൻ റൺ. നടക്കുക, ഓടുക, രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ എനിക്കിഷ്ടം എന്ന് പറയുന്നത് നടക്കുന്നതാണ്. ഐ വുഡ് റാദർ വാക്ക് ദാൻ റൺ. നടക്കുന്നതാണ് ഓടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടേക്കുള്ള സെൻറ്റൻസുകളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിൽ എന്താണ് സ്ട്രക്ചർ?
ഐ വുഡ് റാദർ വാക്ക് ദാൻ റൺ. ഐ എന്നത് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വേണം. അത് കഴിഞ്ഞ് വുഡ് റാദർ, അത് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് റാദർ കഴിഞ്ഞ് റൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ദാൻ ഉപയോഗിച്ചു. പിന്നീട് ബേസ് ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സെക്കൻഡ് വേർബിൻ്റെ ബേസ് ഫോമാണ്. അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ, ഇത്തരം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോം ആണ്, അല്ലെങ്കിൽ V1 ഫോം ആണ്. വാക്ക് അതുപോലെ റൺ എന്നത് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ദാൻ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഐ വുഡ് റാദർ വാക്ക് ദാൻ റൺ എന്ന ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഐ എന്ന സബ്ജക്റ്റിന് പകരം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒരു വ്യത്യാസവും സെൻറ്റൻസിന് വരില്ല. മീനിങ്ങിൽ ആ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച് മീനിങ്ങിൽ ചേഞ്ച് വരും എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് റാദർ വാക്ക് ദാൻ റൺ എന്ന് പറയുന്നത് പോലെ തന്നെ യു വുഡ് റാദർ വാക്ക് ദാൻ റൺ, he would rather walk than run, she would rather walk than run, we would rather walk than run, they would rather walk than run. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം ഒരു സബ്ജക്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഓടുന്നതിനേക്കാൾ ഇഷ്ടം നടക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എനിക്ക്, അവിടെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ഐ. അതേപോലെ അവന് നടക്കുന്നതിനേക്കാൾ ഇഷ്ടം ഓടുന്നതാണ് എന്ന് പറയുമ്പോൾ അവൻ, ഹി എന്ന ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ വുഡ് റാദറിന് വേറെയും ഒരു ഉപയോഗം ഉണ്ട്. അവിടെ രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ വുഡ് റാദറിന് വേറെ ഒരു ഉപയോഗം ഉണ്ട്. അത് നമ്മൾ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നീ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, നീ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അവൻ അവിടെ പോകുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയാറില്ലേ. മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം പറയലാണ്. ചിലപ്പോൾ അത് ഒരു ഉപദേശിക്കലാവാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു സെൻറ്റൻസ് പറയാം. എനിക്ക് നിങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം. അതിന് എങ്ങനെയാണ് പറയുക? വുഡ് റാദർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയണം. ഐ വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ എന്നാണ് പറയേണ്ടത്. നിങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ എന്നാണ് ഉപയോഗിച്ചത്. സ്റ്റേയ്ഡ് എന്നത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വേർബ് ആണ്, താമസിച്ചു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിലും നമുക്ക് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സ്റ്റേ എന്നതിൻ്റെ പാസ്റ്റ് ഫോം ആണ് സ്റ്റേയ്ഡ്, V2 ഫോം. ഇനി അവൻ ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാണ് പറയാനാണെങ്കിലോ ഐ വുഡ് റാദർ ഹി സ്റ്റേയ്ഡ് ഹിയർ എന്ന് വേണം. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വുഡ് റാദർ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആണ്. ഹി, യു എന്നൊക്കെ പറയുന്നത് പ്രോനൗൺസ് ആണല്ലോ. അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് വേർബിൻ്റെ പാസ്റ്റ് ഫോം ആണ്. പക്ഷേ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു എന്ന് കരുതി ഈ സെൻറ്റൻസ് ഒരു പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് തന്നെയാണ്. അത് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് അല്ല. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആയാലും ഫ്യൂച്ചർ ടെൻസിലായാലും പ്രോനൗൺ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഇനി അവർ അവിടെ പോകുന്നതാണ് എനിക്കിഷ്ടം. ഐ വുഡ് റാദർ ദേ വെൻറ്റ് ദർ. വെൻറ്റ് എന്നത് ഗോ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം, അതല്ലെങ്കിൽ പാസ്റ്റ് ഫോം ആണ്. അവർ അവിടെ പോകുന്നതാണ് എനിക്കിഷ്ടം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐ വുഡ് റാദർ എന്നാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഐ വുഡ് റാദർ ദേ വെൻറ്റ് ദർ. അപ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് നൗൺ ഓർ പ്രോനൗൺ. പ്രോനൗൺ നമുക്ക് ഇപ്പോൾ യു എന്ന് ഉപയോഗിക്കുന്നതും ഹി എന്ന് ഉപയോഗിക്കുന്നതും ഒക്കെ പ്രോനൗൺസ് അല്ലേ. അവിടെ ഒരു നൗണോ അതല്ലെങ്കിൽ ഒരു പ്രോനൗണോ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കണം. ഇനി വേറെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹി വുഡ് റാദർ യു കെയിം ഹിയർ.
ഹീ വുഡ് റാദർ, അവന് ഇഷ്ടം. എന്താണ്? യു കെയിം ഹിയർ, ഇവിടെ നിങ്ങൾ ഇവിടെ വരുന്നതാണ് അവനിഷ്ടം. ഐ വുഡ് റാദർ യു ആസ്ക്ഡ് ബിഫോർ യൂസിങ് മൈ കമ്പ്യൂട്ടർ, എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് മുൻപ് നീ എന്നോട് ചോദിക്കുന്നതാണ് എനിക്കിഷ്ടം. യു ആസ്ക്ഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസ്ക് എന്നതിൻ്റെ സെക്കൻഡ് ഫോമാണ് ആസ്ക്ഡ്. ഒരു എക്സാമ്പിൾ, ജെയിംസ് പറയുകയാണ്, ഐ വിൽ ബി ദർ അറ്റ് 11 o'clock, ഞാൻ അവിടെ 11 o'clock ഉണ്ടാകും. അപ്പോൾ ജോൺ പറയുകയാണ്, ഐ വുഡ് റാദർ യു അറൈവ്ഡ് ദർ ബിഫോർ 10 o'clock. ജോൺ പറയുന്നത് എന്താ? നീ അവിടെ 10 മണിക്ക് മുൻപ് ഉണ്ടാകണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത് എന്ന് ഒരു അഭിപ്രായം പറയുകയാണ് ജോൺ. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ് ഇവിടെ. പക്ഷേ ജോൺ പറയുമ്പോഴുള്ള സെൻറ്റൻസ് ഐ വുഡ് റാദർ യു അറൈവ്ഡ് ദർ ബിഫോർ 10 o'clock. 10 o'clock മുമ്പ് നീ അവിടെ വരണമെന്നാണ് എൻ്റെ ഒരു ഇഷ്ടം എന്ന് ജോൺ പറയുന്നു. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസിലുള്ള സെൻറ്റൻസ് ആണെങ്കിലും നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ആ സെൻറ്റൻസിൽ വുഡ് റാദർ ഉള്ള സെൻറ്റൻസിൽ ഉപയോഗിച്ചത് പാസ്റ്റ് ഫോമാണ് അറൈവ്ഡ്. എറൈവ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് അറൈവ്ഡ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു ഫോം അല്ലേ? കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക, വളരെ ഈസിയാവും. ഇനി അപ്പോൾ ഇതിനൊരു ഡിഫറൻറ്റ് ഫോം ആണ് എന്ന് മനസ്സിലായല്ലോ, 2 ഡിഫറൻറ്റ് സബ്ജക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഇത്തരം സെൻറ്റൻസുകളുടെ നെഗറ്റീവ് ഫോം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഐ വുഡ് റാദർ യു കെയിം ഹിയർ എന്നാണ് പോസിറ്റീവ് സെൻറ്റൻസ്. നീ ഇവിടെ വരുന്നതാണ് എനിക്കിഷ്ടം എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അതെങ്ങനെ നെഗറ്റീവായിട്ട് മാറ്റും? ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് കം ഹിയർ എന്നാക്കണം. കെയിം എന്നാണല്ലോ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിച്ചത്, അതിനെ ഡിഡിൻറ്റ് കം എന്നാക്കി മാറ്റുക. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസായി. ഡിഡിൻറ്റ് എന്നത് ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. വേറൊരു സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. ഹി വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ, അവനിഷ്ടം നിങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. സ്റ്റേയ്ഡ് എന്നാണ് പോസിറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത്. ഇതിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഹി വുഡ് റാദർ യു ഡിഡിൻറ്റ് സ്റ്റേ ഹിയർ എന്നാക്കുക. ഡിഡ് നോട്ട് സ്റ്റേ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വുഡ് റാദർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺട്രാക്റ്റഡ് ഫോമിലും വേണമെങ്കിൽ എഴുതാം. ഐ വുഡ് റാദർ വാക്ക് ദാൻ റൺ, അതാണല്ലോ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ്. നമുക്കതിനെ ഇങ്ങനെ കൺട്രാക്റ്റഡ് ഫോം എന്ന് പറയുമ്പോൾ വുഡ് റാദർ, അവിടെയാണ് നമ്മൾ അത് ചുരുക്കുന്നത്. ഐ എഴുതുക, ഒരു അപ്പോസ്ട്രഫി, ദെൻ ഡി, അത് കഴിഞ്ഞ് റാദർ എഴുതുക. ഐ അപ്പോസ്ട്രഫി ഡി റാദർ എന്നെഴുതിയാൽ ഐ വുഡ് റാദർ. വുഡ് റാദറിന് നമ്മളവിടെ ചുരുക്കുകയാണ്. അപ്പോൾ ഐഡ് റാദർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഹീ വുഡ് റാദർ, ഹീഡ് റാദർ, ഹീ എച്ച് കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രഫി, ദെൻ ഡി, അത് കഴിഞ്ഞ് റാദർ എന്ന വാക്ക് എഴുതുക. അപ്പോൾ ഹീഡ് റാദർ. അതുപോലെ ഷീ വുഡ് റാദർ, ഷീഡ് റാദർ. ദേ വുഡ് റാദർ, ദേഡ് റാദർ. യു വുഡ് റാദർ, യുഡ് റാദർ. അങ്ങനെയാണ് അത് പറയേണ്ടതും. ഇനി PSC അതുപോലെ UPSC പോലെയുള്ള എക്സാംസിന് ചോദിക്കുന്ന തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് 1-2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഐ വുഡ് റാദർ യു ഡാഷ് എ ഡോക്ടർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് കൺസൾട്ടഡ്, കൺസൾട്ടിംഗ്, ടു കൺസൾട്ട്, കൺസൾട്ട്. ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റായത് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഐ വുഡ് റാദർ യു, വുഡ് റാദർ കഴിഞ്ഞ് യു, 2 ഡിഫറൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോനൗൺ ആണ് യു, അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ V2 ഫോമാണ്, പാസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കൺസൾട്ടഡ് ആണ് കറക്റ്റായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വുഡ് റാദർ യു ഡാഷ് എ സോങ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡാൻസ്ഡ് ദാൻ സിങ്, ഡാൻസ്ഡ് ദാൻ സാങ്, ഡാൻസ്ഡ് ദാൻ സിംഗിങ്,
ഡാൻസേഴ്സ് ദാൻ സിങ്സ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ യു, വുഡ് റാദർ കഴിഞ്ഞ് യു എന്ന പ്രോനൗൺ വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും അവിടെ വേണ്ടത് പാസ്റ്റ് ഫോം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഡാൻസ്ഡ് ദാൻ സിങ് എന്നാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഡാൻസ്ഡ് വന്നു പക്ഷേ എന്തുകൊണ്ടാണ് സിങ് എന്ന്, സാങ് അല്ലേ അവിടെ വേണ്ടത് എന്നൊരു സംശയം തോന്നുന്നില്ലേ? പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. വുഡ് റാദർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ വുഡ് റാദർ കഴിഞ്ഞ് പ്രോനൗൺ വരുമ്പോൾ പ്രോനൗൺ കഴിഞ്ഞ് വരുന്ന വേർബ് മാത്രമേ പാസ്റ്റ് ഫോമിലേക്ക് ആക്കേണ്ടതുള്ളൂ. അല്ലാത്ത വേർബ്, പിന്നീട് വരുന്ന വേർബ് അങ്ങനെ ആക്കേണ്ടതില്ല. കാരണം സെൻറ്റൻസ് ഒരിക്കലും പാസ്റ്റ് ഫോമിലേക്ക് മാറുന്നില്ല. പാസ്റ്റ് ടെൻസ് അല്ല, അത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസിൻ്റെ ഫോം അങ്ങനെ ആയതുകൊണ്ടാണ്, വുഡ് റാദർ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൻ്റെ ഫോം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളവിടെ പാസ്റ്റ് ഫോമിലുള്ള വേർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.